ഞങ്ങളല്ല ഇവിടെ അലർട്ട് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അത് അലർട്ട് ജനറേറ്റ് ചെയ്യുന്ന ഏജൻസിയാണ്. ആ അലർട്ട് ജനറേറ്റ് ചെയ്യുന്ന ഏജൻസിക്ക് അതിനു മുൻപ് ഒരു അറിവില്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. ഫ്ലഡ്സിനെ നേരിടാം. ഫ്ലഡ്സ്, so slowly if the waters are rising, there is a possibility to evacuate because if there is an adequate forecast, we will be able to address that. പക്ഷേ ഈ പീക്ക് വരുന്നതിനെ നമ്മൾക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. കടലിനുള്ളിലുള്ള സ്ഥിതി മനസ്സിലാക്കിയിട്ടാണ് പോരുതെന്ന് പറയുന്നത്. അല്ലാതെ അവർക്ക് ഡെലിബറേറ്റ് ആയി നമ്മളുടെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന് ആഗ്രഹം കൊണ്ടല്ല പറയുന്നത്. ആ അലേർട്ടിനോട് ഈൽഡ് ചെയ്തില്ലെങ്കിൽ then the consequences are grave. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും. പലപ്പോഴും നമ്മൾ ഈ പൊതുസമൂഹത്തിനെ കൂടെ കൂട്ടി കൊണ്ടുപോകണമെന്ന് പറയും. അത് അപകടങ്ങളെ സൃഷ്ടിക്കുകയുള്ളൂ. കിട്ടുന്നില്ല അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആക്യുറേറ്റ് അലർട്ട് കിട്ടുന്നില്ല എന്ന് അത് മേ ബി ലിമിറ്റ് ഓഫ് സയൻസ് ആയിട്ടായിരിക്കും ഈവൻ CMO പറയുന്നുണ്ടായിരുന്നു. ഈ IMDയിലുള്ള ഒരു ഓവർ ഡിപ്പെൻഡൻസ്, ലൈക്ക് യു സെഡ്, സ്കൈമെറ്റ് ഒക്കെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ വൈഡ് സ്പ്രെഡ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ IMDയിലുള്ള ഓവർ ഡിപ്പെൻഡൻസ് ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു ലിമിറ്റേഷൻ ആണോ? അല്ല, അതിൽ ഓവർ ഡിപ്പെൻഡൻസ് എന്നല്ല അതിനെ പറയുക. ഞാൻ ഇങ്ങനെ ചോദിക്കാം. നമ്മൾക്ക് ഒരു പോലീസ് ഉണ്ട്. പോലീസ് സംവിധാനം ഒരു കേസ് കൃത്യമായി അന്വേഷിക്കുന്നില്ല. വി കനോട്ട് അസൈൻ സ്റ്റാർ സെക്യൂരിറ്റീസ് ടു അന്വേഷണം കേസ്, എന്നിട്ട് നമുക്ക് BNS വഴി കേസ് എടുക്കാൻ പറ്റില്ലല്ലോ. ഇതൊരു സ്ട്രക്ചറല്ലേ, ഒരു സിസ്റ്റമാണ്. അപ്പോൾ അവിടെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, അലേർട്ട് ജനറേറ്റിംഗ് ഏജൻസികളോട് അപ്പീൽ ചെയ്യാം, കൈൻഡ്ലി ക്യാപിറ്റലൈസ് ഓൺ വാട്ട് ഈസ് അവൈലബിൾ ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്, അല്ലേ? ഇപ്പം സ്കൈമെറ്റിൻ്റെ കയ്യിലുള്ളതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും TWCയുടെ കയ്യിലുള്ളതോ, അല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ ഗ്രാഫ് ഇസ് ബേസിക്കലി TWCയുടെ IBM ഗ്രാഫിൻ്റെ വേറൊരു സ്പിൻ ഓഫ് ആണ്. ഇതെല്ലാം NCAR ഡിസൈൻ ചെയ്ത ചില മോഡൽസാണ്. അത് ആ മോഡൽസും ഒക്കെ അസിമുലേറ്റ് ചെയ്യാനായിട്ട് IMDയോട് തന്നെ ആവശ്യപ്പെടാം. അതാണ് നമ്മൾ 18 ചെയ്തത്. ആ കത്തിൽ തന്നെ പറയുന്നുണ്ട്, പ്ലീസ് സോളിസിറ്റ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ഗ്രാനുലാരിറ്റി, ഇതിൽ 2 തരം ഗ്രാനുലാരിറ്റിയെക്കുറിച്ച് നമ്മൾ ബോധേഡ് ആകണം. ഒന്ന്, ടെമ്പറൽ റെസൊല്യൂഷൻ. വാട്ട് ഈസ് ദ വിൻഡോ? യു ആസ്ക്ഡ് ദാറ്റ് ക്വസ്റ്റ്യൻ earlier. Can we forecast this? Not nowcast it, forecast it. അപ്പോൾ ആ ഫോർകാസ്റ്റ് എന്ന് പറയുന്ന വിൻഡോ കൃത്യമായി 24 hours ആക്കി മാറ്റാൻ എക്സ്ട്രീം ഇവൻറ്റ്സ് ഉണ്ടാകുമെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. 2, ഈ ഫോർകാസ്റ്റിലുള്ള റെയിൻഫോളിനെ അത് ക്യാച്ച്മെൻറ്റിൽ റിയലൈസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഫ്ലഡ് സസെപ്റ്റബിലിറ്റി മാപ്സ് ഉണ്ട്. ഓൾറെഡി 1 in 100 year വരെ നമ്മൾ UNEP-യുമായി ചേർന്നുകൊണ്ട് തയ്യാറാക്കി നമ്മുടെ സൈറ്റിലും കൊടുത്തിട്ടുണ്ട്, എല്ലാ ജില്ലകൾക്കും കൊടുത്തിട്ടുണ്ട്. സോ വി നോ വിച്ച് പഞ്ചായത്ത് വിൽ ഗെറ്റ് റഫ്ലി വാട്ട് amount of water given a certain return probability of rainfall. ഇത്ര മഴ പെയ്താൽ എത്ര വരും. അപ്പോൾ അത് ചില റേഞ്ചുകളിലാണ്, 1 in 10, 1 in 20, 1 in 50, 1 in 100. അപ്പം ഈ മാപ്സുമായി കോറിലേറ്റ് ചെയ്ത് നമ്മൾക്ക് ഈ ഏരിയകളിലാണ് കൂടുതൽ ഇതുണ്ട്. ചിലപ്പോൾ എക്സസീവ് ആയിരിക്കും നമ്മുടെ ഡൂയിങ്. കാരണം ഈ മഴ ഏതെങ്കിലും ഒരു ക്യാച്ച്മെൻറ്റിൻ്റെ ഒരു കൈവഴിയിലാണ് പെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ഇവാക്വേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ ചിലപ്പം ഈ സസെപ്റ്റബിൾ ക്യാച്ച്മെൻറ്റ്സിലെ മുഴുവൻ ആളുകളെയും നമ്മളത് അഡ്രസ്സ് ചെയ്ത് കാണേണ്ടി വരും. അവിടെ ഇത്തരം ഇമ്പ്രൂവ്മെൻറ്റ്സ് CWCയിലും വരുത്തേണ്ടതുണ്ട്, സെൻട്രൽ വാട്ടർ കമ്മീഷനും വരുത്തുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്ലാഷ് ഫ്ലഡിൻ്റെ കാര്യം പറയുന്നതുകൊണ്ടാണ്. ഫ്ലാഷ് ഫ്ലഡുകളെ നമ്മൾക്ക് പ്രെഡിക്റ്റീവായി നേരിടാം എന്ന് വിചാരിക്കരുത്. ഫ്ലഡ്സിനെ നേരിടാം. Floods, so slowly if the waters are rising, there is a possibility to evacuate because if there is an adequate forecast, we will be able to address that. പക്ഷേ ഈ പീക്ക് വരുന്നതിനെ നമ്മൾക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അവിടെ ഫ്ലഡ് വാട്ടേഴ്സിനോട് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ശൈലി ആർജിച്ചേ പറ്റൂ. അല്ലാതെ there is no Boolean solution and immediate solution. So to come back to and precisely answer your question on whether it is over dependence, no, it is a legal dependence. It is not a over dependence, a legal dependence. നമ്മുടെ ഈ early warning system adequate ആണോ ശരിക്കും? ഇപ്പോൾ നമ്മളെ ഫിഷിംഗ് കമ്മ്യൂണിറ്റി ആണെങ്കിലും പബ്ലിക്കിന്റെ ആംഗിളിൽ ഒരുപാട് പരാതികൾ അഡിക്വേറ്റ് അല്ല എന്നുള്ള ഒരു ഇതുണ്ട്. നമുക്കിനി എന്താണ് സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്നുള്ളത്?
ഒന്നാമത് ഏർലി വാർണിംഗ് എല്ലാവരിലേക്കും എത്തിക്കാൻ ഇപ്പം നമുക്ക് ചില മെഷേഴ്സ് വന്നു. നിങ്ങൾക്ക് തന്നെ അതിൻ്റെ വ്യത്യാസം അറിയാം. ഏർലിയർ ഇറ്റ് വാസ് സോഷ്യൽ മീഡിയ, പ്രിൻറ്റ് മീഡിയ, വിഷ്വൽ മീഡിയ ആൻഡ് ഓഡിയോ മീഡിയ. Now later we introduced SMS. Now you get SMS. We Cap Sachet എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. So if you kind of switch on that app, you actually get a lot of messages location wise. So you enter into an area, you actually see whether there are any alerts live there, and this app will tell you that you are entering into an area where there are some alerts. അതിൻ്റെ അപ്ഗ്രേഡഡ് വേർഷനാണ്. അതിനുശേഷം നമ്മൾ സൈറൻസ് കൊണ്ടുവന്നു. സോ വി ഹാവ് 126 സൈറൻസ്, 10 more will come, 5 in വയനാട് ആൻഡ് 5 more in ആലപ്പി ബിക്കോസ് ദേ ഹാവ് റിക്വസ്റ്റഡ് ഫോർ ഇറ്റ്. അപ്പോൾ അത് അടുത്ത ഒരു സ്റ്റേജാണ്. സൈറൻസ് ഹൂട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിൽ. അതിനുശേഷം നമ്മൾ കൊണ്ടുവന്നതാണ് നമ്മുടെ സെൽ ബ്രോഡ്കാസ്റ്റ്, മേക്കിംഗ് യുവർ ഫോൺസ് ഹൂട്ട്. ദാറ്റ് ആക്ച്വലി മേക്സ് ഇറ്റ് അവൈലബിൾ ടു എനിബഡി ഹു ഹാസ് എ ഫോൺ. എനിബഡി ഹു ഹാസ് എ ഫോൺ, യു കാൻ സ്വിച്ച് ഓഫ് ദാറ്റ്. അത് അങ്ങനെ പുതിയ ഫോൺസിലൊന്നും സ്വിച്ച് ഓഫ് ചെയ്യാൻ പോലും പറ്റില്ല. അതിലും ക്രിറ്റിസിസം ഉണ്ട്, അതിലും ക്രിറ്റിസിസമാണ്. യു ആർ ഗിവിങ് അസ് എൻ അലേർട്ട്. നോ, യു ആർ ഗിവിങ് അസ് എൻ അലേർട്ട് ഇൻ ദ നൈറ്റ്. യെസ്, ഇൻ ദ മോർണിംഗ് അവേഴ്സ് എവറിബഡി ലുക്സ് അറ്റ് മീഡിയ അല്ലേ. എല്ലാ മീഡിയയിൽ കിട്ടാനുണ്ട്, വാട്സാപ്പ് ഉണ്ട്. ഉറങ്ങിക്കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കാനാണ് സൈറണും ഇതും ഈ സെൽ ബ്രോഡ്കാസ്റ്റും. സെൽ ബ്രോഡ്കാസ്റ്റ് ലിറ്ററലി തോക്കൊണ്ട് വെടിവെക്കരുത് എന്ന് പറഞ്ഞ പോലത്തെ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ളൊരു SOP നിന്നിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ട് പോലും നമ്മൾക്കെതിരെ അത് ഉപയോഗിക്കുന്നു എന്ന ക്രിറ്റിസിസം ഉണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. മുൻപ് അലർട്ട് നിങ്ങൾ തരുന്നില്ല എന്ന ക്രിറ്റിസിസത്തിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് അലർട്ട് തരുന്നു, ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി ഞങ്ങളെ പേടിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആളുകൾക്കത് ഉൾക്കൊള്ളാൻ, നമ്മുടെ രാജ്യത്ത് ഇതൊരു പുതിയ സംഭവം ആയതുകൊണ്ടാണ്. ഇപ്പോൾ യൂറോപ്പിലാണെങ്കിൽ എവറി മന്ത് സെക്കൻഡ് വെനസ്ഡേ ഇത് ഹൂട്ട് ചെയ്യും ആസ് എ ട്രയൽ. നമ്മൾ ട്രയൽ ഹൂട്ടിങ് ചെയ്യുന്നില്ല ഇവിടെ, നമ്മൾ അത് വേണ്ടാന്ന് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ രാജ്യത്ത് തന്നെ അത് ട്രയൽ ഹൂട്ടിങ് അനുവദനീയമല്ല. പക്ഷേ മറ്റേ അലേർട്ടിലേക്ക് എത്തി. ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ ആണ്. സോ ദർ ഇസ് എ ടെമ്പറൽ വിൻഡോ ആൻഡ് എ സ്പേഷ്യൽ വിൻഡോ. നമ്മൾ സ്പേഷ്യൽ വിൻഡോയുടെ കാര്യത്തിൽ കുറേ അൺസർട്ടനിറ്റി വേറെയും ഉണ്ട്. കാരണം ഇന്ന് നമ്മൾ ഇവിടെ ഒരു കെട്ടിടമോ ഒരു റോഡോ ഇല്ലാത്ത സ്ഥലത്ത് ചിലപ്പോൾ അടുത്ത ഫ്ലഡ് വരുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ കെട്ടിടമോ റോഡോ ആയിരിക്കും. അപ്പോൾ ആ കെട്ടിടമോ റോഡോ വരുന്നതുകൊണ്ട് ഈ ഫ്ലഡ് വാട്ടേഴ്സിനുണ്ടാകുന്ന ചേഞ്ച് നമ്മൾക്ക് റാപ്പിഡായിട്ട് കണ്ടെത്താൻ പറ്റത്തില്ല. അത്രയും സൂക്ഷ്മമായി പോകണമെങ്കിൽ യു നീഡ് വെരി ഹൈ റെസൊല്യൂഷൻ ഡിജിറ്റൽ എലിവേഷൻ മോഡൽസ്, ലിഡാർ ഡേറ്റ വേണം. 1 മീറ്റർ റെസൊല്യൂഷനുള്ള ഡേറ്റ വേണം. ആ ഡേറ്റ ഉണ്ടെങ്കിൽ നമ്മൾക്ക് പല തരത്തിലുള്ള, ഇപ്പോൾ കെട്ടിടത്തിൻ്റെ ഹൈറ്റ്, കെട്ടിടത്തിൻ്റെ ഫുട് പ്രിൻറ്റ്, അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചാലുകൾ, ഇതെല്ലാം കാണാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരു മോഡൽ റൺ ചെയ്യണമെങ്കിലും നമ്മുടെ ഈ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ പോലും സെർവറിൽ പറ്റത്തില്ല. വി ഹാവ് എ പ്രിറ്റി ഗുഡ് സെർവർ, അതിൽ പോലും ഓടില്ല. അപ്പം ഇവിടെ കമ്പ്യൂട്ടേഷണൽ കപ്പാസിറ്റി ഓഫ് ദ രാജ്യം, ദ കൺട്രി, ആൻഡ് ദ ഫെസിലിറ്റീസ് ദാറ്റ് ആർ അവൈലബിൾ ഓൾസോ ഹാസ് ടു ബി കോസ്റ്റ് ബെനിഫിഷ്യലി അസസ്ഡ് ആൻഡ് ഗ്രാജുവലി ഇംപ്രൂവ്ഡ് അപ്പം. അതാണിപ്പോൾ മറ്റേ മിഷൻ മോസം എന്ന വലിയ പ്രൊജക്റ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ റഡാറെല്ലാം കൂട്ടുന്നത്. അപ്പോൾ ഈ കമ്പ്യൂട്ടേഷണൽ കപ്പാസിറ്റി വർദ്ധിക്കും. നമുക്ക് ആകെ 500 GPU ഒക്കെ കിട്ടുന്നുള്ളൂ ഒരു വർഷം. ഫിഷർമാൻ്റെ ഇഷ്യൂ അവർ ഈ വാർണിംഗ് അവർക്ക് അടിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കാരണം അവർ വാർണിംഗ് ഉള്ള സമയത്തും പോവാറുണ്ട്. ഇപ്പം 99% ഓഫ് ദ ടൈം പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് അവർ ഈ റിസ്ക് എടുക്കുന്നത്. They shouldn't take the risk. That is my answer to it. If the SDMA or IMD or INCOIS is not sending out these alerts for people to make their own judgments. If we say please don't go, please don't go. അവിടെ ലൈവ്ലിഹുഡിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് അറിയാം. പക്ഷേ ദ സ്റ്റേറ്റ് ഹാസ് ഓൾസോ പാർട്ട്ലി അറ്റ് ലീസ്റ്റ് ഗിവൺ റിലീഫ് ഓൺ ദ ലൈവ്ലിഹുഡ് പാർട്ട്. ഇതിനു മുമ്പ് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? പോരുതെന്ന് പറഞ്ഞ ദിവസങ്ങളിലും ചില അവസരങ്ങളിൽ പൈസ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്ത്. അപ്പോൾ എന്തുകൊണ്ട് പോകരുതെന്ന് പറയുന്നു? അത് ഇൻകോയ്സ് കടലിനുള്ളിലുള്ള സ്ഥിതി മനസ്സിലാക്കിയിട്ടാണ് പോകരുതെന്ന് പറയുന്നത്. അല്ലാതെ അവർക്ക് ഡെലിബറേറ്റ് ആയി നമ്മളുടെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന് ആഗ്രഹം കൊണ്ടല്ല പറയുന്നത്. ആ അലേർട്ടിനോട് ഈൽഡ് ചെയ്തില്ലെങ്കിൽ ദെൻ ദ കോൺസിക്വൻസസ് ആർ ഗ്രേവ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും. നമ്മൾക്കപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വി കാൺ ബ്ലെയിം എനിബഡി, വി ആർ നോട്ട് ബ്ലെയിമിങ് എനിബഡി. വി കാൺ സേ ദാറ്റ് നോ യു വെൻഡ് ഔട്ട് ഇഗ്നോറിങ് ദ അലേർട്ട്. അങ്ങനെയൊന്നും നമ്മൾ പറയാറില്ല. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് വി ആർ സാഡ് ദാറ്റ് ദീസ് പീപ്പിൾ ഡിഡ്ന്റ് ഈൽഡ്. പക്ഷേ നമ്പേഴ്സ് കുറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കൂ. ഈ കാലത്തിനിടയിൽ ഈ അലർട്ട് ആളുകൾ ഉൾക്കൊള്ളുന്നതിൻ്റെ എണ്ണം കൂടിയിട്ടില്ലേ? എത്രയോ മത്സ്യത്തൊഴിലാളികൾ
ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകൾ പറയാറുണ്ട്, നിങ്ങളുടെ അലർട്ട് വരുമ്പം ശരിയാ പട്ടിണിയാണ്, ബുദ്ധിമുട്ടാണ്, കടലിൽ പോകാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, പക്ഷേ ഞങ്ങൾ പോകാതിരിക്കും. കാരണം ആ അവെയർനെസ് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മത്സ്യത്തൊഴിലാളികൾ, കേരളത്തിൻ്റെ മത്സ്യത്തൊഴിലാളികൾ ഡീഗോ കാർഷിക വരെ പോകാൻ ധൈര്യമുണ്ടായിരുന്ന ആളുകളാണ്. യു മൈറ്റ് റിമെമ്പർ ദ ഇൻസിഡൻറ്റ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയത്താണ് നമ്മൾ ഡീഗോ കാർഷികയിൽ നിന്നാണ് മത്സ്യത്തൊഴിലാളികൾ കേരളത്തിലുള്ളവരെ കണ്ടെത്തിയത്. അത്രയും മാവറിക് ആയിട്ടുള്ള മനുഷ്യർ, അവർ ദേ ഹാവ് ബ്രേവ് ദ സീ ഓൾവേസ് അല്ലേ. അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ വാട്ട് ദേ ഹാവ് ടു ഓൾസോ റിയലൈസ് ഇസ് the waters are changing, the currents are changing, and they are not the erstwhile currents. പിന്നെ പണ്ട് കാലത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ നമ്മളെപ്പോലെ ഗാഡ്ജറ്റ് ഡിപ്പെൻഡഡ് അല്ലായിരുന്നു. വി ആർ ഓൾ ഗാഡ്ജറ്റ് ഡിപ്പെൻഡഡ് അല്ലേ. വി നീഡ് അലേർട്സ്, വി നീഡ് ടു നോ, വി ഹാവ് ടു ബി ഇൻഫോംഡ്. ആ കമ്മ്യൂണിറ്റിയെയും ഈ ഗാഡ്ജറ്റ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പഴയ മത്സ്യത്തൊഴിലാളികളുടെ അല്ലെങ്കിൽ കുറച്ചൊരു 60 വയസ്സിന് മുകളിലുള്ള മത്സ്യത്തൊഴിലാളികളോട് സംസാരിക്കുമ്പോൾ ദേ സെൻസ് ദ സീ. And that is an intuition and a hindsight of intuition because of their lived experience there. And such people generally are much more careful than those who are dependent on a lot of gadgets. അപ്പം ഇവിടെ ഒരു ട്രാൻസിഷൻ ഫേസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. 18 നിങ്ങൾ ഇങ്ങനെയൊന്നും ഇത് ചെയ്യണം മാറണം എന്നൊക്കെ പറഞ്ഞ് അലർട്ട് കൊടുത്താൽ ആരടാ നീ എന്ന് ചോദിച്ചാൽ നമ്മുടെ തോമസ് ഐസക് സാറൊക്കെ അവിടെ കുട്ടനാട് ഒഴിപ്പിക്കാൻ പോയ അനുഭവം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇപ്പോഴത്തെ അവസരത്തിലും MLA പറയുന്നുണ്ടായിരുന്നു ആളുകളോട് മാറാൻ പറഞ്ഞാൽ മാറുന്നില്ല. അതിൽ പക്ഷേ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ അലർട്ട് കണ്ടാൽ പലയിടത്തും മാറാൻ സന്നദ്ധരാണ്. അവരങ്ങ് മാറുക, ഞങ്ങൾ ബന്ധു വീട്ടിലോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞാൽ അവരങ്ങ് പോവുക. അതിലേക്ക് എത്തി. എന്നാലും നമ്മൾ നോക്കേണ്ടത് നമ്മളെക്കാൾ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള സൊസൈറ്റീസിലും, നെതർലാൻഡ്സ് ഫേസ്ഡ് എ മേജർ ഫ്ലഡ്സ് ഇൻ 2021. യു ഗോ ടു US or look at now what is happening in France and Italy, Spain. തീപിടുത്തം എന്നാൽ ആളുകൾ മാറുന്നില്ല. ആളുകൾ തീ വരുന്ന ഡയറക്ഷൻ പോലും അറിഞ്ഞാലും മാറില്ല. അപ്പം ഇതൊരു ഗ്ലോബൽ ഫിനോമിനയാണ്. ആളുകൾ എത്രത്തോളം റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. ദർ ഇസ് നോ വേ ദാറ്റ് we can stop communicating to people and keep on telling them that see please yield to this. അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോഴും we will have 1 or 2 people. കേരളത്തിൽ ഒരു 2-2.5 ലക്ഷം മത്സ്യത്തൊഴിലാളികളുണ്ട്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ ഫ്രീക്വൻസി ആൻഡ് നമ്പേഴ്സ് ദേ ഹാവ് സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസ്ഡ്. നമ്മുടെ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളിൽ ഇപ്പോൾ അലർട്ടുള്ള സമയത്ത് പോയാൽ അവർ കണ്ണിന് കാണാവുന്ന ദൂരത്തിൽ മാത്രമേ ഇപ്പോൾ പോകും. അതിനപ്പുറത്തേക്ക് ഈ അലർട്ടുള്ളപ്പം പൊതുവിൽ ആരും ഇറങ്ങില്ല. അപ്പോൾ ആ അവെയർനെസ് അവർക്കും ഉണ്ടാകുന്നുണ്ട്. അതിനിയും മാറണം. എന്നാലും നമ്മൾ ഇതുപോലെ ഒറ്റതിരിഞ്ഞുള്ള അപകടങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കും. അപ്പോഴും ഇപ്പം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞാലും നിങ്ങൾ മീഡിയയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞാലും ഈ അലർട്ടുകൾ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇവർ കേൾക്കുന്നില്ല എന്നാൽ പിന്നെ ഇവർക്ക് കൊടുക്കാതിരിക്കട്ടെ എന്നുള്ള അങ്ങനെ ഒരു തീരുമാനമില്ല. നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കണം. അത് മെച്ചപ്പെടുകയും ചെയ്യും. ആൻഡ് വി ഹാവ് ടു സീ ഇൻകോയ്സ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവർ മൊബൈൽ നമ്പേഴ്സൊക്കെ വളരെ മുന്നേ തന്നെ ഓക്കി കഴിഞ്ഞപ്പോൾ തന്നെ മാസീവായ ഡേറ്റാബേസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഗഗൻ എന്ന് പറയുന്ന സിസ്റ്റം വഴി, നാവിക് വഴിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പുഷ് ചെയ്യുന്നുണ്ട്. ഈ ഫിഷറി സ്റ്റേഷൻസ് വഴി അനൗൺസ് ചെയ്യുന്നുണ്ട്. തീരത്താണ് ഞങ്ങളുടെ കൂടുതലും സൈറൻസ് ഉള്ളത്, അവിടെ ഹൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം വി ഹാവ് ടു കീപ്പ് ഓൺ ഡൂയിങ് ദിസ്. പിന്നെ അവർ ചിലപ്പോൾ നമ്മളെ ബ്ലെയിം ചെയ്യാറുണ്ട്, ഞങ്ങൾക്ക് അലർട്ട് കിട്ടിയില്ല അല്ലെങ്കിൽ. സോ ദാറ്റ് ഇസ് വെയർ ദ ഫോർകാസ്റ്റ് എലമെൻറ്റ് കംസ് ഇൻ. യു നീഡ് ടു ടെൽ ദം. ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പോകാൻ നിൽക്കുന്നതിനോട്, കാരണം അവർ വൈകിട്ടാണ് പലപ്പോഴും ഫിഷിങ്ങിന് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഒരു 12 മണിയാകുമ്പോഴത്തേക്കും നീ പോരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അന്നത്തെ ഫ്യൂവൽ മൊബിലൈസേഷൻ, അവർ ഇതിനു വേണ്ടിയിട്ട് പോകാനെടുത്ത കുറച്ച് കടമൊക്കെ എടുത്തിട്ടുണ്ടാകും. ഇതെല്ലാം പ്രശ്നത്തിലാണ്. അതേസമയം അവർക്ക് ഒരു ദിവസം മുമ്പേ നമുക്ക് പറയാൻ പറ്റിയാൽ നാളെ മുതൽ നിങ്ങൾ ഇറങ്ങരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ അവരതനുസരിച്ച് പ്ലാൻ ചെയ്യും. അപ്പോൾ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സസും ഉണ്ട്. ഉണ്ടായി മഴയിൽ അവിടെ പലയിടത്തുള്ള ആൾക്കാർ ഇപ്പം മണിമല, പമ്പ, അച്ചൻകോവിൽ, കോരപ്പുഴ, കമ്പനി ഈ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ പറഞ്ഞത് KSDMA ഈ നമ്മുടെ ഒരു അലർട്ട് വന്നത് അവരുടെ വീടുകൾക്കുള്ളിൽ വെള്ളം കയറുകയും വളരെ ഡേഞ്ചറസ് ലെവലിൽ വെള്ളം ഉയരുകയും ചെയ്തതിന് ശേഷം മാത്രമാണ്. അപ്പോൾ നമ്മൾ 2018 ശേഷം നോക്കുകയാൽ നമുക്ക് മുമ്പ് പറയുന്ന ഒരു 100 കൊല്ലത്തിനിടയിലുള്ള ഒരു ഫ്ലഡാണ്. ഇപ്പോൾ അതല്ല. 2018, 19, 20, 24 ഇത് നമ്മുടെ മുന്നിലുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് ഒരു ഡേറ്റാസ് ഉണ്ട്.
അപ്പോൾ എന്തുകൊണ്ടാണ് ഈ KSDMA അതിൽ ഫെയിലിയർ ആയത് ഇത്തവണയും? ഫസ്റ്റ് ഓഫ് ഓൾ ഐ മസ്റ്റ് ടെൽ യു, അതിനകത്ത് ഫെയിലിയർ ഒന്നുമില്ല. അലർട്ട് കയ്യിലുള്ളപ്പോഴേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. I repeatedly have told you, we are not the alert generating agency. The alert generating agency has to give us an alert with certainty. അവരത് പുഷ് ചെയ്യാൻ പറയുന്ന മോഡിലൂടെ മാത്രമേ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. ആ SOP I can show you. When you read that you will understand. ഞങ്ങളല്ല ഇവിടെ അലർട്ട് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അത് അലർട്ട് ജനറേറ്റ് ചെയ്യുന്ന ഏജൻസിയാണ്. ആ അലർട്ട് ജനറേറ്റ് ചെയ്യുന്ന ഏജൻസിക്ക് അതിനു മുൻപ് ഒരു അറിവില്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ഒരു പോയിന്റും ഇതിൽ നമ്മൾ കേന്ദ്ര സർക്കാരിനോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ CB ഒക്കെ വന്നത്. ഫോണിലോട്ട് മെസ്സേജ് അയച്ചാൽ, ഇപ്പോൾ നമ്മൾ പലർക്കും പല സർവീസ് പ്രൊവൈഡറാണ്. കേരളത്തിൽ ജിയോ, ഞങ്ങൾ ഇവിടുന്ന് മെസ്സേജ് പുഷ് ചെയ്താൽ അടുത്ത 15 മിനിറ്റിനുള്ളിൽ ഫോണിൽ ഡെലിവറി ചെയ്യും. BSNL കൂടുതൽ സമയമെടുക്കും, ചിലപ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ എടുക്കും. എയർടെൽ 10-15 മിനിറ്റിനുള്ളിൽ ഡെലിവറി ചെയ്യും. VI ഇതുപോലെ 1 മണിക്കൂർ സമയമെടുക്കും. അത് അവരുടെ സിസ്റ്റം ലിമിറ്റേഷനാണ്. അതിൽ കേരള സർക്കാരിനോ നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. ആദ്യം ടെസ്റ്റ് ചെയ്തതും കേരളത്തിലാണ് 2018. അന്ന് മുതലേ നമ്മൾക്ക് ഈ ഡിലേ അറിയാം. നമ്മൾ ഈ ഡിലേ റെക്കോർഡ് ചെയ്ത് റിപ്പോർട്ട്സ് കൊടുത്തിട്ടുണ്ട്, റിപ്പീറ്റഡ്ലി കത്തും കൊടുത്തിട്ടുണ്ട്. പക്ഷേ SMS സിസ്റ്റത്തിന് ഈ ഡിലേ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ മാധ്യമങ്ങളോടും പറയുന്നത് നിങ്ങൾ സച്ചേത്ത് ആപ്പ് ഇടണം എന്ന് പ്രചരിപ്പിക്കണം എന്ന്. കാരണം ആപ്പിൽ ഇത് പെട്ടെന്ന് പുഷ് ചെയ്യും നെറ്റുണ്ടെങ്കിൽ. മൂന്നാമത്തെ ഇതെന്ന് പറഞ്ഞാൽ സെൽ ബ്രോഡ്കാസ്റ്റാണ്. സെൽ ബ്രോഡ്കാസ്റ്റിൻ്റെ കാര്യത്തിൽ വളരെ സൂക്ഷിച്ച് മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിനും ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിനും ഒക്കെ കേന്ദ്ര ഗവൺമെൻറ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് നിങ്ങളിത് ഇങ്ങനെ ഉപയോഗിച്ചതിന്. അതായത് അവരുടെ ക്രൈറ്റീരിയ ഫോളോ ചെയ്യാതെ ചെയ്തതിൽ. ഈ കേരളം ഇപ്പം നേരിടുന്ന ഒരു വലിയ കേപ്പബിലിറ്റി ഇല്ലായ്മ എന്ന് പറഞ്ഞ ഒരു റിയൽ ടൈം ഫോർകാസ്റ്റിംഗ് ഇല്ല എന്നുള്ളതല്ലേ? അല്ല, റിയൽ ടൈം ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഇസ് ദാറ്റ് ഇസ് റിയൽ ടൈം? ഇപ്പം പറഞ്ഞ വിഷയങ്ങളാണ് എന്തുകൊണ്ട് ആൾക്കാർക്ക് ഇതെല്ലാം സ്ഥിരമായി That is why I said there is something called a forecast and a nowcast. With nowcast, the actionable time is very limited. The forecast is what we want, 24 hours warning. അതാണ് ഞാൻ ക്യുസാറ്റിനോടും ചോദിച്ചത്, നിങ്ങൾക്ക് തരാനുണ്ടോ അല്ലേ? ഇതല്ലേ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറ്റ്ലീസ്റ്റ് 5 ദിവസത്തെ ജില്ലാ തലത്തിലുള്ളത് തരുന്നുണ്ട് അല്ലേ? ആ ജില്ലാ തലത്തിലുള്ളതിനെ പഞ്ചായത്ത് തലത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ജില്ലാ തലത്തിൽ നമ്മൾക്ക് അൺസർട്ടണിറ്റി എന്ന് പറയുന്നത് വല്ല 30% ആണെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ ചെല്ലുമ്പോൾ അത് 80% അൺസർട്ടൺ ആവും. അത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കൺവർജൻസിൻ്റെ പ്രശ്നമാണ്. അത് മാത്തമാറ്റിക്സ് ആണ്. എനിക്കോ താങ്കൾക്കോ ഇവിടെ നിന്ന് വിഷ് ചെയ്താലും അത് മാറില്ല. ഹവർ പ്രൈവറ്റ് ഏജൻസികൾക്ക് എന്തൊക്കെയോ കുറേ അഡീഷണൽ കേപ്പബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഗൂഗിളിൽ കാണുന്നില്ലേ ഇവിടെ ഫ്ലഡ് അലേർട്ട്? ഗൂഗിൾ എവിടെ നിന്നാണ് ഈ ഡേറ്റ എടുക്കുന്നതെന്ന് അറിയാം? ഞാൻ അതിനെ കമ്മിറ്റിയിലിരുന്നാണ്. CWCയും IMDയും ഡേറ്റ ഗൂഗിളിന് ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഡേറ്റ നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്. അല്ലാതെ നേരെ തിരിച്ച് ഗൂഗിൾ എന്തോ സാധനം ഉണ്ടാക്കിയത് കൊണ്ടല്ല. അപ്പോൾ അവിടെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ നേരെ തിരിച്ചും എടുക്കാനുള്ള ഒരു പ്രോസസ്സ് വേണം. ഒരു പ്രൈവറ്റ് എക്സ്ബാൻഡ് റഡാർ കാണിച്ചു തരാമോ ഇന്ത്യയിൽ? വയ്ക്കാൻ പറ്റില്ല. എനിക്ക് എക്സ്ബാൻഡ് റഡാർ വേണമെന്ന് വിചാരിച്ചാൽ എനിക്ക് പറ്റില്ല, എനിക്ക് ക്ലിയറൻസ് കിട്ടില്ല. എക്സ്ബാൻഡ് റഡാർ ഇല്ലാതെ ഞാൻ എങ്ങനെ കാണും? അപ്പോൾ അവിടെ അതെന്തിനാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കോസ്റ്റ് ബെനിഫിഷ്യലായിട്ടാണ് കാണുന്നത്. അല്ലാതെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇനി നിങ്ങളാരും ഇതൊന്നും പഠിക്കേണ്ട ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടല്ല. ഇപ്പം കുസാറ്റിലൊരു അപ്വേർഡ് ലുക്കിംഗ് റഡാർ വെച്ചിട്ടില്ല. അത് ഈ ഡോപ്ലർ അല്ല, അപ്വേർഡ് ലുക്കിംഗ് റഡാറാണ്, ആ ഒരു പ്രൊഫൈലറാണ്. അതെന്തിനാണ് അവർ വെച്ചിരിക്കുന്നത്? അത് ചില പഠനങ്ങൾ നടത്തി അത് IMDക്ക് ഡേറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. IMD ആ ഡേറ്റ എടുക്കുന്നുണ്ട്. I am saying you generate 101 outputs, but please give it to IMD. ഞങ്ങൾ എന്താ ഇപ്പോൾ ചെയ്തേക്കുന്നതെന്ന് അറിയോ? ഞങ്ങൾ ഈ സ്വതന്ത്ര കാലാവസ്ഥാ നിരീക്ഷകരുമായിട്ട് എല്ലാ വർഷവും ഒരു യോഗം നടത്താറുണ്ട്. എല്ലാ വർഷവും കൺസിസ്റ്റൻ്റായി നടക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സ്വതന്ത്ര കാലാവസ്ഥാ നിരീക്ഷകരും ഇതിലുണ്ട്. ഹ്യൂമുണ്ട്, അഭിലാഷ് ഉണ്ട്, മെറ്റ്ബീറ്റ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവർ പല ഏരിയയിലും അവരുടേതായ, ഇപ്പോൾ എനിക്ക് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു ഫോക്കസ് ഏരിയയിൽ മാത്രം ഞാൻ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഐ ക്യാൻ ആക്ച്വലി ഫോർകാസ്റ്റ്. യു ഓൾ വിൽ ബി ഏബിൾ ടു സേ ഓ ഈ വിൻഡോയിൽ മഴ പെയ്യുന്നു. പക്ഷേ അത് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അവരെ ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്ന് എല്ലാ വർഷവും അവരെ ഇത് ചില സഹായങ്ങളൊക്കെ ഞങ്ങൾ ചില ചെറിയ പ്രൊജക്ട്സ് ഒക്കെ കൊടുക്കും. ഇപ്പം നമ്മുടെ മീനച്ചൽ നദി അവരുടെ പാലയിൽ വരച്ചിരിക്കുന്ന സ്കെയിൽ ഞങ്ങൾ ഫണ്ട് ചെയ്തതാണ്. ഒരു
കുറേ അധികം വെതർ സ്റ്റേഷൻസ് വെക്കാനുള്ള കാശ് ഞങ്ങൾ കൊടുക്കുകയാണ്. അങ്ങനെ അതെന്ന് വെച്ചാൽ ദാറ്റ്സ് അവർ ജോബ് അല്ലേ, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുക. ഹ്യൂമിൻ്റെ പ്രൊജക്റ്റിൽ ഒന്ന് അന്വേഷിച്ച് നോക്കൂ, DDMA അല്ലേ ഇത് ഫെസിലിറ്റേറ്റ് ചെയ്തത്. അവിടെയുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നത് എല്ലാം ടൈപ്പ് ചെയ്തത് രഘുരാജ് IAS ഇരുന്നപ്പോഴാണ്. അവിടുത്തെ ജില്ലാ സഡൻ ലിസ്റ്റാണ് ഈ ഓരോ പ്ലാന്റേഷനിലും പോയി ഇത് കണക്ട് ചെയ്ത് അവർ DDMAക്ക് ഒരു DM സൂട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇവിടെ IT മിഷൻ്റെ അവാർഡ് കിട്ടിയ സാധനമാണ്, അതും ഇതേ പ്രോസസ്സിലാണ്. അപ്പം വി ആർ നോട്ട് അവേഴ്സ് ടു ടേക്കിംഗ് അപ്പ് എനിത്തിങ്, ബട്ട് വെൻ ഐ സ്പീക്ക് ടു പബ്ലിക് ഐ ഹാവ് ടു സ്റ്റിക്ക് ടു ദ ഫ്രെയിം വർക്ക്. I cannot go outside the framework. I am not an independent person. This is an institution. We work within the framework. അല്ലേ? അപ്പം SDMA ഇത് തന്നില്ല, SDMA അത് തന്നില്ല എന്ന് പറഞ്ഞാൽ SDMAക്ക് ഇത് എവിടെ നിന്ന് കിട്ടുന്നു, എന്താണ് കിട്ടുന്നത്, ആ കിട്ടുന്നതിനനുസരിച്ച് മാത്രമാണ് നമ്മൾക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുക. എനിക്ക് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ഞാൻ എല്ലാ ഓറഞ്ച് അലേർട്ടിനും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാൻ പറഞ്ഞാൽ എത്ര ദിവസം ഓടും? നേരത്തെ ഷിനു ചോദിച്ചതാണ് അതിൻ്റെ ആൻസറും. മത്സ്യത്തൊഴിലാളികൾ പലപ്പോഴും ഇത് റിയലൈസ് ചെയ്യുന്നില്ല, ഈ ഇവൻ്റ് ഉണ്ടാകുന്നില്ല, ഇവരോട് പോരുതെന്ന് പറയുന്ന ദിവസം അവരുടെ കൺമുന്നിൽ അത് കാണുന്നില്ല, അതുകൊണ്ട് അവർ ചിലപ്പോൾ വെഞ്ചർ ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ പുലി വരുന്നേന്ന് കുറേ തവണ പറയുമ്പം നിങ്ങൾ അതിനനുസരിച്ച് എല്ലാം കൂടെ എടുത്ത് ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പോകും. അങ്ങനെ പോയാൽ ഒരു വർഷം ഒരു ശരാശരി 60 ദിവസം നമ്മൾ പോകും. അവിടെയാണ് ഈ അലേർട്ട് ജനറേറ്റിംഗ് ഏജൻസീസ് അതിനെ ബാലൻസ് ചെയ്ത് അലർട്ട് ജനറേറ്റ് ചെയ്യുന്നത്. GSIയുടെ അലർട്ട് ഞങ്ങൾ പബ്ലിക് ഡൊമൈനിൽ ഇടാറ് പോലും ഇല്ല, കാരണം അത് എക്സ്പെരിമെൻ്റൽ ഫോർകാസ്റ്റാണ്. ഒറ്റ തവണയെ നമ്മൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നിട്ടുള്ളൂ, അത് കോടതിയിലും നമ്മൾ കൊടുത്തതാണ്. അല്ലെങ്കിൽ വി ഹാവ് നെവർ പോയിൻറ്റഡ് എനി ഫിംഗേഴ്സ് അറ്റ് ഇറ്റ്. നമുക്കറിയാം അത് അവർ എക്സ്പെരിമെൻ്റലി വർക്ക് ചെയ്യുകയാണ്. ഞങ്ങളിപ്പം കണിച്ചാറ് വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ളൊരു വാർണിംഗ് സിസ്റ്റത്തിൻ്റെ പ്രൊജക്റ്റ് KDISCും ഞങ്ങളും കൂടെ ചെയ്യുന്നുണ്ട്. വളരെ ഫോക്കസ്ഡ് ആണ്, IIT റൂർക്കിയുമായിട്ട് ചേർന്നുകൊണ്ട്. ഇപ്പോൾ 150 വെതർ സ്റ്റേഷൻസ് വേറെ വരുവാണ് ഞങ്ങളുടെ IIT റോപ്പാറുമായിട്ട് വെച്ച്. അത് വിൻസ് എന്ന് പറയുന്ന പ്രൊജക്റ്റിലാണ്, എല്ലാ പഞ്ചായത്തുകളിലും വെതർ സ്റ്റേഷൻ വരുന്ന വിൻസ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഒരു തെറ്റിദ്ധാരണ പൊതുവിലുണ്ട്, ഇതെന്തോ ആരൊക്കെയോ നല്ലത് ചെയ്യുന്നു, നമ്മളതൊന്നും എടുക്കുന്നില്ല. ആരും എന്തും റിസർച്ച് ചെയ്തോട്ടെ, എന്ത് ജനറേഷൻ ഓഫ് ഡേറ്റ വേണമെങ്കിലും ചെയ്തോട്ടെ, പ്ലീസ് ഗിവ് ഇറ്റ് ടു ദ കൺസേൺഡ് ഏജൻസി. ലെറ്റ് ദം ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് സേ യെസ് ദിസ് ക്യാൻ ബി ഇഷ്യൂഡ്. റിയൽ ഇഷ്യൂ. എനിക്കെന്താ തടസ്സം? ഈ SDMAക്ക് എന്താ തടസ്സം? ഇത് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. ഡയറക്ടർ ജനറൽ IMD ഹാസ് റിട്ടൺ ടു CUSAT. Dear Professor Dr. Bushri, greetings from IMD. This is to bring to your kind notice that major media outlets in Kerala, പേരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വായിക്കുന്നില്ല, on 25th March 2026 have reported heat index values indicating apparent temperatures of nearly 55 degrees Celsius at certain stations, presenting them as actual feel-like temperature. The information published was based on inputs derived from a research product of the Advanced Center for Atmospheric Research, CUSAT. You may kindly note that the statutory authority for issuing weather warnings in India is IMD. Together with KSDMA, the statutory body responsible for disaster management authorities issued warnings on that day as per standard operating procedure for hot and humid conditions in 12 districts of Kerala. However, the media house has combined our official warnings with the above mentioned research product. Such information creates unwarranted panic and confusion amongst the public, which defeats the very purpose of established institutional mechanisms of disaster management. However, the responsibility for the unauthorized dissemination cannot be attributed to the media. This is because we said no, as they have clearly indicated that the inputs were sourced from Advanced Center for Atmospheric Research Department, CUSAT. Hence, it is requested that the matter may kindly be looked into and appropriate steps be taken to ensure that such research products, without the validation and concurrence from the appropriate agencies, are not communicated to public. It is also requested that necessary guidance may be issued to the concerned researchers, affiliated individuals, to refrain them from disseminating interpretive or derived meteorological information in the public domain. With regards, what am I supposed to do? Basically, ഞങ്ങൾക്ക് വാർത്ത തരരുതെന്നാണ്. അല്ല, വാർത്ത തരരുതെന്നല്ല, വാലിഡേറ്റ് ചെയ്യാതെ വാർത്ത തരരുത് എന്നാണ്.
മൃത്യുഞ്ജയ മൊഹാപത്രയോടൊന്ന് നിങ്ങൾ ചോദിച്ചു നോക്കൂ. അപ്പോൾ ഇത് ഇത്തരം ഒരു എന്താ പറയുന്ന ഒരു പെനൻഡ്രമിൽ നമ്മൾ ചെന്ന് ചാടുന്നത് എന്തിനാണ്? നമുക്കിതുകൊണ്ടുള്ള ഗുണം എന്താ? വി ആർ വേസ്റ്റിംഗ് an utter lot of time trying to legitimize and argue on things that will improve our whole system slightly. ഞാനിതിന് വേറൊരു രീതിയിൽ സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഭാഷയിൽ പറയാം. ഒരു പുകവലിക്കാരൻ, അയാൾ ദിവസവും 5 സിഗരറ്റ് വീതം വലിക്കുന്നുണ്ട്, വൈകിട്ട് ഒരു അലുവ കഷ്ണവും കഴിക്കുന്നുണ്ട്. ഒരു ഡോക്ടറുടെ അടുത്ത് പോയാൽ അയാൾ പറയുവാണ് നിങ്ങൾ ഇനി അലുവ കഷ്ണം കഴിക്കുന്നത് നിർത്തുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത 1% കണ്ട് കുറയും. അതേ ഡോക്ടർ അയാളോട് പുകവലി നിർത്താൻ പറഞ്ഞ് ഇയാളത് കേട്ടാൽ നമ്മളുടെ ജീവിച്ചിരിക്കാനുള്ള സാധ്യത ഒരു 20% വർദ്ധിച്ചു കിട്ടും. ഇല്ലേ? ഇതല്ലേ അതിൻ്റെ വ്യത്യാസം? എന്ന് പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും അലർട്ടിനെ ചുറ്റിപ്പറ്റിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. The alert improvement is only going to facilitate you by maybe 5%, 10%. Rein on the land use. Rein on your construction practices. That is where we have to strictly bind ourselves. അവിടെയാണ് നമ്മൾക്ക് മാർക്ക്ഡ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടത്. എൻഫോഴ്സിങ് വാട്ട് ഇസ് ദെയർ ഇൻ അവർ കോഡ്. എൻഫോഴ്സിങ് വി ഡോണ്ട് ഹാവ് ടു റീഇൻവെൻറ്റ് എനി വീൽസ്. കൈൻഡ്ലി എൻഫോഴ്സ്. നമ്മൾ എക്സംഷൻസിൽ നിന്ന് എക്സംഷൻസിലേക്കാണ് പോകുന്നത്. ഐ ഹാവ് ഓൺലി 5 cents of land, it is a ditch, I need to fill it and live there. Well, sorry. We have to somewhere say sorry and then facilitate him to have a decent life somewhere else. അതുകൊണ്ടല്ലേ ഞങ്ങൾ 18 മുതൽ സസെപ്റ്റബിലിറ്റി ലിങ്ക് റീലൊക്കേഷൻ പ്ലാൻ 10 ലക്ഷം രൂപ കൊടുത്ത് 14,000 കുടുംബം മാറി കേരളത്തിൽ ദുരന്ത സാധ്യതയുള്ള സ്ഥലത്ത് നിന്ന്. അതല്ലേ ഇപ്പം 12 ലക്ഷം രൂപയായിട്ട് ഇപ്പോൾ വർദ്ധിക്കപ്പെട്ടല്ലോ. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് റിട്രീറ്റ് എന്ന പോളിസി മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. ദിസ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് ക്ലൈമറ്റ് അൺസർട്ടനിറ്റി ഡിമാൻഡ്സ് 2 kinds of approach. One, resist. In some places we need to resist. അതാണ് നമ്മൾ ചെല്ലാനത്ത് ചെയ്തിട്ടുള്ളത്. But in most places which are vulnerable or susceptible to certain hazards, we have to retreat. Please retreat. Either you retreat into the next level, or I mean in the sense create a stilt housing, or please move out of that place and live as communities. അങ്ങനെ പറയുമ്പോഴും ഈ 2018 കഴിഞ്ഞിട്ട് ഒന്നും ഇംപ്രൂവ്മെന്റ് ഉണ്ടായില്ല എന്നൊരു ക്രിറ്റിസിസം അത് തലത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അതെ, അത് ഞാൻ അതിനെ ഒന്നും ഡിസ്പ്യൂട്ട് ചെയ്യാനോ ആർഗ്യൂ ചെയ്യാനോ ആളല്ല. ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മൾക്ക് മെച്ചപ്പെടാൻ പറ്റിയിട്ടുണ്ട് എന്നും എന്തിലൊക്കെ നമ്മൾക്ക് മെച്ചപ്പെടാൻ പറ്റിയിട്ടില്ല എന്നും പബ്ലിക് ഡൊമെയിനിലുണ്ട്. 10 വർഷത്തെ ആനുവൽ റിപ്പോർട്ട് ഞങ്ങളുടെ വെബ്സൈറ്റിലുണ്ട്. 10 വർഷത്തെ ഡീറ്റെയിൽഡ് ഫോട്ടോ എല്ലാം ചെയ്ത് ഈ വെതർ സ്റ്റേഷൻസ് വന്നതും ഈ റഡാർ വന്നതും അധിക സംവിധാനങ്ങൾ വന്നതും ഒക്കെ നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ്. കളക്റ്റീവായ സ്റ്റേറ്റിൻ്റെ എഫേർട്ട് കൊണ്ടാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ദുരന്ത നിവാരണ അതോറിറ്റിയും തദ്ദേശ സ്ഥാപനങ്ങളും ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെല്ലാവരും മേപ്പാടി ദുരന്തത്തെക്കുറിച്ച് പറയുന്നത്. എന്താണ് ആരും വെലങ്ങാടിനെ കുറിച്ച് സംസാരിക്കാത്തത്? വെലങ്ങാടിൽ അതേ ദിവസം 100 ഉരുൾ പൊട്ടിയല്ലോ, മരണം 1. എന്തുകൊണ്ട്? ഈ സസെപ്റ്റബിലിറ്റി ലിങ്ക് റീലൊക്കേഷൻ്റെ ഇതെടുത്തിട്ടുള്ള ആ സഹായം സ്വീകരിച്ച കുറേയധികം ആളുകൾ കേരളത്തിലുണ്ട്. 14,000 പേരുണ്ട്. അതിൽ കുറച്ച് പേരെങ്കിലും അതിനെ മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് മേപ്പാടിയിൽ ഒരാൾ, മുണ്ടക്കൈയിൽ ഉണ്ടായിരുന്ന ഒരാൾ ഈ സ്കീം നമ്മൾ നിർബന്ധപൂർവ്വം ആരെയും ഒരു സ്ഥലത്തുനിന്ന് ഒഴിവാക്കില്ല. ഇത് അപകട സാധ്യത ഉള്ളതാണെന്ന് പറയും, നിങ്ങൾക്ക് ഇതെടുക്കാം എന്ന് പറയും. അവരെടുക്കുന്നവരുണ്ട്, എടുക്കാത്തവരുണ്ട്. ഈ ഒരു വ്യക്തി അതെടുത്ത് മേപ്പാടിയിൽ മറ്റൊരു വീട് വെച്ച് അവിടെ അത് വാടകയ്ക്ക് കൊടുത്തിട്ട് തിരിച്ച് ഇവിടെ വന്ന് താമസിച്ച് മരണപ്പെട്ടു. ഇതുപോലെ ഒഴിവാക്കി വിട്ട ഒരു സ്ഥലമാണ് പൊഴുതന പഞ്ചായത്തിൽ. 110 കുടുംബങ്ങൾ ഈ സഹായം എടുത്തിട്ടുണ്ട് 2019 ഉരുളിന് ശേഷം. അവരുടെ പഴയ വീടുകൾ ഹോം സ്റ്റേകളായി സോളാർ ലൈറ്റും സോളാർ പമ്പും വെച്ച് വർക്ക് ചെയ്യുന്നു. ഇല്ലേ? അന്വേഷിച്ച് നോക്കൂ. അപ്പോൾ അവിടെ ഹു ആർ വി ഡിഫീറ്റിംഗ്, ഹു ആർ വി ട്രിക്കിംഗ് ourselves? നമ്മളെ തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ തന്നെ ട്രിക്ക് ചെയ്യാണ്. ഞാനിത് വളരെ വിഷമത്തോടെ ഈ സ്കീം ഞങ്ങൾ ഡിസൈൻ ചെയ്യുമ്പം IPCCയുടെ ഒക്കെ ഇൻപുട്സ് പരിശോധിച്ചിട്ടാണ് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഒരു സ്കീം ഡിസൈൻ ചെയ്ത്
അന്ന് ഡോക്ടർ വേണുവിന് കൊടുത്തത് ഇതിങ്ങനെ ഒരു സാധനം ചെയ്യണം എന്ന് പറഞ്ഞ് 18. അപ്പോൾ അന്ന് കുര്യൻ സാർ ഞങ്ങളുടെ ബോസാണ്, കുര്യൻ സാറിന് കൊടുത്തത്. അപ്പം അത് വളരെ സന്തോഷത്തോടു കൂടി ഈ സംസ്ഥാനം ഉൾക്കൊണ്ട് ഒരുപാട് MLA-മാർ അത് പലപ്പോഴും ആളുകളെ പ്രത്യേകം ഈ സ്ഥലത്ത് നിങ്ങൾ പരിശോധിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ GSIയുടെ 50 ടീമിനെ, ഇന്ത്യയിൽ ഒരിടത്തും നടന്നിട്ടില്ല, 50 ടീമിനെയാണ് കേരളത്തിൽ ഇറക്കിയത് ഈ സ്ഥലങ്ങൾ പരിശോധിക്കാൻ വേണ്ടി. അവർ പരിശോധിച്ചു. ഇപ്പോഴും ഓറഞ്ച് ബുക്കിൽ അതിന് നിയതമായ ഒരു ചാപ്റ്റർ തന്നെയുണ്ട് എങ്ങനെ ഇത് പരിശോധിക്കണമെന്ന്. അതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റും ഒക്കെ ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റ് പരിശോധിച്ച് തരുന്ന കേസുകൾക്ക് ഇപ്പോഴും ഗവൺമെൻറ് പൈസ കൊടുക്കുന്നുണ്ട്. ഈ പ്രോസസ്സിലേക്ക് നമ്മൾ പോയ സമയത്ത് നമ്മൾ വിചാരിച്ചത് ഈ വളരെ അസുരക്ഷിതമായ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് മാറാനുള്ളൊരു അവസരമാണല്ലോ എന്ന്. പക്ഷെ അതിനെയും ട്രിക്ക് ചെയ്യപ്പെടുകയാണ് നമ്മുടെ സിസ്റ്റം. നമ്മൾ തന്നെയാണ് അതിനെയും ട്രിക്ക് ചെയ്യുന്നത്. അപ്പം അത്തരം കാര്യങ്ങളിൽ നമ്മൾക്ക് റെയിൻ ഇൻ ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് മേപ്പാടിയിലെ നോഗോ സോണിലുള്ള വീടുകളുടെ ജനലും വാതിലും പൊളിച്ചുകൊണ്ട് തന്നെ പോകണം എന്ന് പറഞ്ഞത്. നമ്മൾക്ക് ഈ ബുൾഡോസർ ചെയ്യരുത്, നമ്മൾ പോയി ഇടിച്ചു നിരത്തരുത് എന്നുള്ളത് കൊണ്ടാണ് അവരോട് തന്നെ നിങ്ങൾ തന്നെ ഇത് പൊളിച്ചുകൊണ്ട് പോകുന്നത്. കാരണം അത് കൃഷിക്ക് വേണ്ടി നമ്മൾ തിരിച്ച് റിക്കവർ ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത്തരം ഒരു ലാൻഡ് യൂസിലും കൺസ്ട്രക്ഷനിലും റെയിൻ ഇൻ ചെയ്യാതെ നമ്മൾക്ക് ഈ സിസ്റ്റംസ് ഈ ഇമ്പാക്ട്സ് കുറയ്ക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 2020 ശേഷം ഈ KSDMയും റവന്യൂവും സർവേ ഡിപ്പാർട്ട്മെന്റും കൂടി ചേർന്ന് ഈ ഫ്ലഡ് ഹസാർഡ്സും ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിലിറ്റി മാപ്പും ഉണ്ടാക്കിയത്. പക്ഷെ അതിൽ പറയുന്നത് നമ്മളതൊരു മൈക്രോ ലെവൽ, പഞ്ചായത്ത് ലെവലിൽ അത് നടപ്പാക്കിയില്ല. അത് അങ്ങനെയാണോ? അയ്യോ അല്ല, അത് താങ്കൾ ഞങ്ങളുടെ സൈറ്റിൽ പോകൂ. അവിടെ എല്ലാ പഞ്ചായത്തുകളുടെയും DM പ്ലാനുകളുണ്ട്. ഈ 3 ജില്ലകളിലെ 4 ജില്ല, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ അതാത് പഞ്ചായത്തുകളുടെ ലോക്കൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് കില ചെയ്തിട്ടുണ്ട്. റവന്യൂ ഞങ്ങളും കിലയും കൂടാണ് ആ DM പ്ലാൻ പ്രിപ്പറേഷൻ ചെയ്തത്. അതിൻ്റെ അപ്ഡേഷനും നടന്നു. ഈ 25-ൽ വലിയ ഒരു സംഘം പഞ്ചായത്തുകൾ അവരുടെ DM പ്ലാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ DM പ്ലാൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഈ ഭൂപടങ്ങളുണ്ട്. കൂടാതെ ഇതെല്ലാം പബ്ലിക് ഡൊമെയിനിലുണ്ട്. ഇതൊന്നും ഇവിടെ രഹസ്യമല്ല. ഈ മാപ്പിംഗ് അറ്റ്ലസും ഇത് പ്രകാരം എത്ര ഡേഞ്ചറസ് ആണ് ഈ കയ്യേറ്റങ്ങൾ, മറ്റ് സംഭവങ്ങൾ, ഇതെല്ലാം എത്ര? ഞങ്ങൾ കയ്യേറ്റങ്ങളിലേക്ക് പോയിട്ടില്ല. അല്ല, ഈ സസെപ്റ്റബിൾ ഏരിയയെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഓരോ ഫ്ലഡിൻ്റെയും തോതനുസരിച്ചിട്ടാണ്. അത് താങ്കൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഇതിൽ തന്നെ അത് കാണിച്ചു തരണം. അതായത് അത് മനസ്സിലാക്കാൻ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ 2 തരത്തിലുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഒന്ന് ഹസാർഡ്, ഇതെല്ലാം സൈറ്റിലുണ്ട് കേട്ടോ. ഹസാർഡ് സസെപ്റ്റബിലിറ്റി ഹിസ്റ്റോറിക് റെയിൻഫോൾ റെക്കോർഡ്സ് വെച്ചിട്ട്, അപ്പോൾ 1 in 10 year മുതൽ 100 year വരെ അത് ഞാൻ എടുക്കാം. പിന്നെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ 8.5 RCP, കുറച്ച് മുമ്പാണ് നമ്മൾ ചെയ്ത RCP സിനാരിയോ, SSPയിൽ തൊട്ട് നമ്മൾ ചെയ്തിട്ടില്ല. അന്നത് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇറ്റലിയിലെ ചിമയും UNEPയും കൂടി സഹകരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഡോക്ടർ മുരളി തുമ്മരു കൂടി ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾക്ക് അതിന് വേണ്ടുന്ന ഫണ്ടിങ് ചെയ്തു തന്നെ. കാരണം ഈ മോഡലിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എ കോസ്റ്റ്ലി ബിസിനസ്. അപ്പം ഞാൻ പത്തനംതിട്ട തന്നെ നമുക്ക് എടുക്കാം. ഇത് അടൂർ താലൂക്കിൻ്റെതാണ്. അടൂർ താലൂക്കിൽ ഇത് 1 in 10 year ആണ്. അത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് പോകുമ്പോൾ 1 in 25 year, അങ്ങനെ 1 in 500 year വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ കാണണമെങ്കിൽ ഞാൻ കണക്ട് ചെയ്യണം. അതിൽ ഓരോ താലൂക്കിലും ഓരോ റിട്ടേൺ പ്രോബബിലിറ്റിയിലും സസെപ്റ്റബിൾ ആകുന്ന സ്കൂളും ആശുപത്രികളും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് ജില്ലാ തലത്തിൽ എത്രയുണ്ട് എന്നുള്ളത് നമ്മളുടെ ഈ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ഇതെല്ലാ പഞ്ചായത്തുകൾക്കും കൊടുത്തിട്ടുണ്ട്. കൂടാതെ എല്ലാ ജില്ലകൾക്കും, ജില്ലാ കളക്ടർമാർക്കും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കസ്റ്റം മെയ്ഡ് മാപ്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കൂടാതെ പഞ്ചായത്തുകൾക്കും കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് കമ്മിറ്റി മാറിയപ്പോൾ ഞങ്ങൾ ഈ മൺസൂണിന് മുമ്പ് ജൂൺ മാസത്തിൽ എല്ലാ പഞ്ചായത്തുകളെയും കില വഴി ഓർഗനൈസ് ചെയ്ത് 3-4 റൗണ്ട് ഓഫ് അവെയർനെസ് നടത്തിയിരുന്നു. ഇങ്ങനൊരു ഡേറ്റയുണ്ട്, നിങ്ങളിത് പരിശോധിക്കണം. നമ്മൾ 9 തീരദേശ ജില്ലകളുടെ സുനാമി റെഡി സർട്ടിഫിക്കേഷനിലേക്ക് പോവുകയാണ്. 100 days പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്. അതിപ്പോൾ വരും. അപ്പോൾ അതിന് ഈ പഞ്ചായത്തുകളിലെല്ലാം വീണ്ടും പുതിയ പഞ്ചായത്ത് കമ്മിറ്റി ആയതുകൊണ്ട് എന്താണ് ഈ സുനാമി റെഡി എന്നുള്ളത്, കുറച്ച് പേരല്ലേ ഉള്ളൂ പഴയ MLA-മാരൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ ജനപ്രതിനിധികൾ. അവരോട് പോയി സംസാരിച്ച് അപ്പോൾ അവിടെ ബോർഡ് വെച്ചു. ഇനി അടുത്തത് അതിൻ്റെ മോക്ക് ഡ്രില്ലിലേക്ക് പോകുന്നു. അവയർനെസ് പ്രോഗ്രാം കഴിഞ്ഞു. അപ്പം ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരിക്കലും ഇന്നിപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്തതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത വർഷം മുതൽ ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് വിചാരിച്ചാൽ ഇത് മുമ്പോട്ട് പോവില്ല. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമുക്ക് കേരളത്തിലൊരു വലിയ വോളണ്ടിയർ സേനയുണ്ട്.
4500 ആപ്താമിത്ര വോളണ്ടിയേഴ്സ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ റെഡ് ഷർട്ട് ഇടുന്നത്. എവ്രിബഡി ഹാസ് എ കിറ്റ്, എവ്രിബഡി ഈസ് ഇൻഷുർഡ്. നൗ വി ആർ ഡൂയിങ് 11,800. അതെങ്ങനെയാണ് നമ്മുടെ യുവ ആപ്താമിത്ര എന്ന് പറഞ്ഞാൽ NCC, NSS, NYK, BSNG അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പം 18 വയസ്സിന് മുകളിലുള്ളവർക്കേ പറ്റൂ. അപ്പോൾ കുട്ടികൾക്കൊന്നും പറ്റില്ല, അവരെ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുത്തത്തില്ല. അപ്പം 18 വയസ്സിന് മുകളിലുള്ളവർക്ക് അത് ആ പരിശീലനവും ഉണ്ട്, അവർക്കും കിറ്റുണ്ട്. എൻ്റെ പ്രൊക്യൂർമെൻറ്റ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക കലക്ട്രോൺ വഴി. 18 വയസ്സിന് മേലുള്ള ഈ ഇതിലുള്ളവർക്ക് അവരെ വോളണ്ടിയേഴ്സ് ആയിട്ട് പരിശീലിപ്പിക്കുക. സോ വി ആർ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് അവൈലബിൾ. അതാണ് ഉദ്ദേശം. അല്ലാതെ ഇവരെല്ലാവരും കൂടെ മാസീവായിട്ടൊരു ഫോഴ്സായിട്ട് ഇറങ്ങുക. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തൊരു പ്രശ്നം ഉണ്ടായാൽ യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ ഇസ് ദ വൺ ഹു വിൽ കം ടു സേവ് യു, നോട്ട് സംബഡി ഹു ഇസ് ഗോൺ ടു കം ബൈ എൻ എയർ ഡ്രോപ്പ്, റൈറ്റ്? സോ വി വോണ്ട് ടു ഇൻക്രീസ് ദറ്റ് നമ്പർ ഓഫ് സ്പൈഡർമാൻ. അത്രേ ഉള്ളൂ. ആ ഒരു പോർഷൻ കൂടെ പറയുക. നമ്മൾ ഈ ഡിസാസ്റ്റർ വരുന്നതിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻസ്, നമ്മുടെ ഈ ഡിസാസ്റ്റർ റെസ്പോൺസ് എത്രത്തോളം അലർട്ടാണ്? ദാറ്റ്സ് ഓൾസോ ബീങ് കോർഡിനേറ്റഡ് ബൈ SDMA അല്ലേ? നാഷണൽ ഫോഴ്സസിനെ ഞങ്ങൾ ഇവിടെ നിന്നാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ലെവലിലുള്ള അറേഞ്ച്മെൻറ്റ്സ് അതാത് ജില്ലയിലാണ്. അപ്പോൾ ആപ്താമിത്ര വോളണ്ടിയേഴ്സൊക്കെ അതാത് ജില്ലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ നെറ്റ്വർക്കിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സിൽ നിന്ന് തുടങ്ങാം. സോ വി ഹാവ് ആപ്താമിത്ര വോളണ്ടിയേഴ്സ്. ചില പഞ്ചായത്തുകൾക്കെങ്കിലും സ്ട്രോങ് ERT-കളുണ്ട്, എമർജൻസി റെസ്പോൺസ് ടീംസ്. അതെന്ന് പറയുന്നത് അവിടുത്തെ ജനകീയ കൂട്ടായ്മകളാണ്. കുടുംബശ്രീക്കാർ, അവർക്ക് നമ്മൾ പരിശീലനം കാര്യമായി കൊടുത്തിട്ടുണ്ട്. അടുത്ത ബാച്ചിനുള്ള ഇപ്പം ഫണ്ടിങ് വന്നിട്ടുണ്ട്. അപ്പം അവരുടെ ഒരു പരിശീലനമുണ്ട്. സോ അവരെ എന്തിനാണ് പരിശീലിപ്പിക്കുന്നത്? 4 കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് പരിശീലിപ്പിക്കുന്നത്. ഒന്ന്, ഒരു വാർണിംഗ് വന്നാൽ അതെല്ലാവർക്കും കൊടുക്കണം, ആളുകളെ അറിയിക്കാനുള്ള പരിശീലനം. 2, അവിടെ നമുക്കൊരു ക്യാമ്പ് തുടങ്ങേണ്ടി വന്നാൽ ആ ക്യാമ്പ് തുടങ്ങാൻ. 3, സെർച്ച് ആൻഡ് റെസ്ക്യൂ. ഇപ്പോൾ ഒരിടത്ത് വെള്ളം വീണു, പുറത്തുനിന്നൊരു റെസ്ക്യൂ ഫോഴ്സ് വന്നാൽ ഇവരെങ്ങോട്ട് പോകും? അവർക്ക് സ്ഥലവും ഒക്കെ അറിയണ്ടേ. അപ്പം അത് കോർഡിനേറ്റ് ചെയ്യാൻ അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്ന 4. ഫസ്റ്റ് എയ്ഡ്. അപ്പം നമ്മൾ അവർക്ക് ഫസ്റ്റ് എയ്ഡ് പെട്ടെന്ന് ഒരാൾക്ക് ഇത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കിറ്റിൻ്റെ ഭാഗമൊക്കെയാണ്. എല്ലാ പഞ്ചായത്തുകൾക്കും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 1 ലക്ഷം രൂപ റെസ്പോൺസ് മൊബിലൈസേഷന് വേണ്ടി കൊടുക്കുന്നു, റെസ്പോൺസ് കിറ്റിന് വേണ്ടി. SDRF-ൽ നിന്ന് തന്നെ നേരിട്ടാണ് കൊടുക്കുന്നത്, അല്ലാതെ അവരുടെ പഞ്ചായത്ത് ഫണ്ടൊന്നുമല്ല. 1 ലക്ഷം രൂപ ക്യാമ്പ് മാനേജ്മെൻറ്റിന് വേറെയും കൊടുക്കുന്നുണ്ട്. സോ ക്യാമ്പുകൾ, ഞാൻ എല്ലാ പഞ്ചായത്തിലും ഒരു ക്യാമ്പ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഈ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാം, ഒരു 20,000-ഓളം ഷെൽട്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കാവുന്ന, നമ്മുടെ സ്ഥിരം ഷെൽട്ടറുകളല്ലാതെ ഷെൽട്ടേഴ്സായിട്ട് ഉപയോഗിക്കാവുന്ന കെട്ടിടങ്ങളെ അടയാളപ്പെടുത്തി ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ ജില്ലയിലേക്കും വേണ്ടിയിട്ട്. അത് മുഴുവൻ ഞങ്ങൾ പബ്ലിക് ഡൊമൈനിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഈ കെട്ടിടങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ടേക്ക് ഓവർ ചെയ്യാം. കൂടാതെ എല്ലാ പഞ്ചായത്തിലും മിനിമം ഒരു കെട്ടിടം ഐഡൻറ്റിഫൈ ചെയ്ത് ക്യാമ്പായിട്ട് നോട്ടിഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ ഈ 1 ലക്ഷം കൊടുക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ലൈറ്റ് അല്ലെങ്കിൽ ടോയ്ലറ്റ് ഇല്ല. ഇത് മറ്റൊരു തരത്തിൽ നോർമൽ, ഇപ്പോൾ ഒരു വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാത്തൊരു വർഷമാണെങ്കിലും നമ്മുടെ സ്കൂളുകളിലല്ലേ മെച്ചപ്പെടുന്നത്. അപ്പോൾ അവിടുത്തെ 2 ടോയ്ലറ്റും 4 ലൈറ്റും ഒരു ഫാനും ഒക്കെ അതിന് നന്നാവും. അപ്പോൾ അതും നമ്മൾ SDRF-ൽ നിന്ന് പ്രൊവിഷൻ ചെയ്യുന്നുണ്ട്. ഈ റോഷൻ പ്രൊട്ടക്ഷനൊക്കെ വേറെയും 4 ലക്ഷം 5 ലക്ഷം 7 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊരു സൈഡിൽ. അപ്പോൾ അവിടെ ലോക്കലായ റെസ്പോൺസിന് വേണ്ടി പരിശീലനം സിദ്ധിച്ച ആളുകളും അവബോധമുള്ള ഒരു സംഘവും. അതാണ് ഈ DM പ്ലാനുകൾ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. തദ്ദേശ തലത്തിലെ DM പ്ലാനുകൾ നമ്മളാണ് രാജ്യത്ത് ആദ്യമായിട്ട് അത് ചെയ്തതും. രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് നമ്മളുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസാണ്. അവരാണ് നമ്മൾ അണ്ടർസ്റ്റേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് അവർ. അവരുടെ യോമൻ സർവീസസ് ആണ്. നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നമ്മൾ സ്ക്യൂബ ഡൈവിങ്ങിന് വേണ്ടി നേവി പലരെയൊക്കെ വിളിക്കും. നമ്മളുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലെ സ്ക്യൂബ ഡൈവേഴ്സ് ഡൈവ് ചെയ്യുന്ന ഡെപ്തിൽ ആരും ഡൈവ് ചെയ്യില്ല. അവർക്ക് അതിന് വേണ്ടി ഇവിടെ ഒരു വാട്ടർ അക്കാഡമി വരെ തുടങ്ങി. നമ്മൾ 18-ലെ എക്സ്പീരിയൻസിൽ നിന്ന് PDNA-യുടെ ശുപാർശയിലാണ് ഇവിടെ വാട്ടർ അക്കാഡമിയും തുടങ്ങി. നമ്മൾ സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഓഫ് മണി NDMA-യും SDMA-യും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന് അവരുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വേറൊരു ലെയറാണ്. അതിന് മുകളിലേക്ക് കാര്യങ്ങൾ എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും SOG, പോലീസിൻ്റെ റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സ്, അങ്ങനെയുള്ളവർ വരും. പിന്നെ നമ്മൾക്ക് സ്റ്റേറ്റ് വൈഡ് കുറേയധികം സെൻട്രൽ ഫോഴ്സസ് ഉണ്ട്. ആ സെൻട്രൽ ഫോഴ്സസിൽ ഇപ്പം തിരുവനന്തപുരത്ത് നമ്മൾക്ക് 2 കോളം ആർമി ഏത് സമയം ഇഫ് വി റിക്വസ്റ്റ് ഇൻ അവർ ഗ്രൂപ്പ് ദേ വിൽ മൂവ് വിതിൻ 1 hour. ആവശ്യപ്പെട്ടാൽ അപ്പം മൂവ് ചെയ്യും. നമ്മൾക്ക് ഹരിപ്പാട് ITBP ഉണ്ട്. പിന്നെ നമ്മൾക്ക് അഡീഷണൽ ഫോഴ്സസ് വേണമെങ്കിൽ കോയമ്പത്തൂർ ആർമിയുടെ ഇതുണ്ട്. കണ്ണൂർ DSC ഉണ്ട്.
CRPFനും BSFനും ചെറിയ 2 യൂണിറ്റ്സ് ഉണ്ട്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മൂവ് ചെയ്യാൻ. CISFന് സിഗ്നിഫിക്കൻ്റ് ഒരു സ്ട്രെങ്ത് ഉണ്ട്. ഈ NDRF എന്ന് പറയുന്നത് ശരിക്കും CISF, ITBP, CRPF എന്നുള്ള ഡെപ്യൂട്ടേഷന് പോകുന്ന ആളുകളാണ്. അപ്പോൾ കുറേ പേര് അങ്ങനെ മിക്സ് ചെയ്ത് തിരിച്ച് ഈ ഫോഴ്സസിലുണ്ട്. NDRFൻ്റെ ശരാശരി 9 ടീമിനെ നമ്മൾ മൺസൂൺ പീരീഡിൽ പ്രീ പൊസിഷൻ ചെയ്യും. ഈ വർഷവും ചെയ്തിരുന്നു. 9 ടീംസ്, 9 മോസ്റ്റ് സസെപ്റ്റബിൾ ഡിസ്ട്രിക്ട്സിൽ നമ്മൾ പ്രീ പൊസിഷൻ ചെയ്യും. അഡീഷണലി വേണമെങ്കിൽ ചോദിച്ചാൽ അവർ ആർക്കോണത്തുനിന്ന് വരും. എയർഫോഴ്സിൻ്റെ 2 ഹെലികോപ്റ്റേഴ്സ് സ്റ്റാൻഡ് ബൈ ആണ്. അത് മിക്കപ്പോഴും സുളൂരായിരിക്കും വെക്കുക, ഇവിടെ ആയിരിക്കില്ല. കാരണം അവരുടെ സ്റ്റേഷൻ ഇത് മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പം 2 ഇവിടെ സ്റ്റേഷനിലാണ്. ഈ മൺസൂൺ സ്പെല്ല് കൊണ്ട് അവർ 2 ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നേവിക്ക് ഈ ഡിങ്കി ബോട്ട് ടീംസ് ഉണ്ട് ആവശ്യമുണ്ടെങ്കിൽ. അത് നമ്മൾ വളരെ അപൂർവമായിട്ട് 18 പ്രളയത്തിനേ വേണ്ടി വന്നുള്ളൂ. കാരണം അത്രയും വാട്ടർ ഉണ്ടെങ്കിലേ അതിന് വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കോസ്റ്റ് ഗാർഡ് ഉണ്ട്. കോസ്റ്റ് ഗാർഡാണ് നിയർ സീ ഓപ്പറേഷൻസ് എല്ലാം നോക്കേണ്ടത്, അവരുടെ മാൻഡേറ്റ് ആണ്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ആരെങ്കിലും പോയി ഉടനെ നേവി വിളിക്കണമെന്ന് പറയും. ബട്ട് ദെൻ ദ മാൻഡേറ്റ് ഇസ് ഓൺ കോസ്റ്റ് ഗാർഡ്. അവർ ആവശ്യപ്പെട്ടാൽ മാത്രമേ അടുത്ത നേവിയുടെ ഒരു സപ്പോർട്ട് കിട്ടുകയുള്ളൂ. ഇതൊക്കെ ഒരു പ്രോസസ്സാണ്. റെസ്ക്യൂവിൻ്റെ മാൻഡേറ്റ് എന്ന് പറയുന്നത് കോസ്റ്റൽ പോലീസിൻ്റെയോ മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെയോ അല്ല. ഹവർ അവർ കോസ്റ്റൽ പോലീസ് സംഹൗ ഇസ് പാർട്ട്ലി പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. പിന്നെ റെസ്ക്യൂ ബോട്ടുകളെല്ലാം ഹാർബറിലും മൺസൂൺ സീസണിൽ ഫിഷറീസ് ഹയർ ചെയ്തിടും അവർ ഈ പെട്ടെന്ന് പോയി ആളുകളെ എടുക്കാൻ. പലപ്പോഴും നമ്മൾ ഈ പൊതുസമൂഹത്തിനെ കൂടെ കൂട്ടി കൊണ്ടുപോകണമെന്ന് പറയും. അത് അപകടങ്ങളെ സൃഷ്ടിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മൾ അഡ്വഞ്ചറസ് ആയി പോയാൽ വേണ്ട സേഫ്റ്റി ഗിയർ ഇല്ലാതെ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസിനോട് റെസ്പോണ്ട് ചെയ്യാൻ അറിയാത്ത ആളുകളെ നമ്മൾ SNRൽ പൊതുവിൽ ആംഡ് ഫോഴ്സസ് സമ്മതിക്കത്തില്ല. അവരുടെ ഷിപ്പിൽ പോലും ഡോക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതൊക്കെ നാഷണൽ പ്രൊസീജിയേഴ്സാണ്. നമുക്ക് ഇങ്ങനെ ആഗ്രഹിക്കാം ഇതൊക്കെ മാറണമെന്ന്, പക്ഷേ അത് അവരുടെ പ്രൊസീജിയർ അങ്ങനെയാണ്.